അമേരിക്കയെ വിറപ്പിച്ച് ചൈനയുടെ മിസൈൽ ഗർജനം. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ആണവ അന്തർവാഹിനിയിൽ നിന്നും പസഫിക്കിലേക്ക് ചൈന ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചത് അമേരിക്കയിൽ നിന്നും നിരവധി ഇൻഡോ പസഫിക് രാജ്യങ്ങളിൽ നിന്നും രൂക്ഷമായ പ്രതികരണത്തിന് കാരണമായിട്ടുണ്ട്. ബീജിംഗ് തങ്ങളുടെ ആണവായുധ ശേഖരം വേഗത്തിൽ വികസിപ്പിക്കുകയാണെന്ന് വാഷിംഗ്ടൺ ആരോപിച്ചു. അതേസമയം വിക്ഷേപണത്തെ അസ്ഥിരപ്പെടുത്തുന്നതും പ്രകോപനപരവുമാണെന്ന് പ്രാദേശിക സർക്കാരുകൾ വിശേഷിപ്പിച്ചു. ബീജിംഗ് പതിവ് വാർഷിക സൈനിക പരിശീലനമെന്ന് വിശേഷിപ്പിച്ചതിന്റെ ഭാഗമായി തിങ്കളാഴ്ചയാണ് ഡമ്മി വാർഹെഡ് വഹിച്ചുകൊണ്ടുള്ള മിസൈൽ വിക്ഷേപിച്ചത്. 2 വർഷത്തിനിടെ പസഫിക്കിലേക്ക് ചൈന നടത്തുന്ന രണ്ടാമത്തെ ദീർഘദൂര മിസൈൽ വിക്ഷേപണമാണിത്. ചൈനയും അമേരിക്കയും തമ്മിലുള്ള തന്ത്രപരമായ മത്സരം രൂക്ഷമാകുന്നതിനിടയിലാണ് ഇത്. പരീക്ഷണത്തെ തുടർന്ന് ബീജിംഗിന്റെ വളർന്നുവരുന്ന ആണവ പദ്ധതിയെ അമേരിക്ക വിമർശിച്ചു. ആണവ വ്യാപനം തടയാൻ അമേരിക്ക എക്കാലത്തേക്കാളും കഠിനമായി പരിശ്രമിക്കുമ്പോൾ ചൈന നേരെ വിപരീതമാണ് ചെയ്യുന്നതെന്നും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടോമി പിഗോട്ട് പറഞ്ഞതായി വാർത്താ ഏജൻസിയായ AFP റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബീജിംഗിന്റെ ദ്രുതവും അതാര്യവുമായ ആണവായുധ ശേഖരവും മേഖലയ്ക്കും ലോകത്തിനും വലിയ ആശങ്കയുണ്ടാക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. അർത്ഥവത്തായ ആയുധ നിയന്ത്രണ ചർച്ചകളിൽ ഏർപ്പെടാനും ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾക്കും ബഹിരാകാശ വിക്ഷേപണങ്ങൾക്കും പതിവായി അറിയിപ്പ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനും ചൈനയോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. വിക്ഷേപണത്തോട് നിരവധി പ്രാദേശിക രാജ്യങ്ങൾ ശക്തമായി പ്രതികരിച്ചു. ഫിലിപ്പീൻസ് ഇതിനെ സൈനിക ശക്തിയുടെ അശ്രദ്ധമായ പ്രകടനമെന്ന് വിശേഷിപ്പിച്ചു. മിസൈൽ വിക്ഷേപണം സമാധാനപരമായ ലക്ഷ്യത്തിനു വേണ്ടിയല്ലെന്നും പകരം ചൈനയുടെ വിപുലീകരണ നയങ്ങളെ ചെറുക്കുന്ന രാജ്യങ്ങൾക്കെതിരായ കണക്ക് കൂട്ടിയ പരിഹാസത്തിന്റെയും പ്രകോപനത്തിന്റെയും പ്രവൃത്തിയാണെന്നും പറഞ്ഞു. തായ്വാനിലെ ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി ജനറൽ ജോസഫ് വു മിസൈൽ ഒരു JL-2 ആണെന്ന് തിരിച്ചറിഞ്ഞു. പസഫിക്കിൽ ഇറങ്ങുന്നതിന് മുൻപ് അത് ഫിലിപ്പീൻസിന് മുകളിലൂടെ പറന്നുവെന്നും വ്യക്തമാക്കി. തടസ്സത്തിൽ ചൈന വീണ്ടും ഒരു ഭീഷണിയാണെന്ന് തെളിയിച്ചുവെന്നും വു എക്സിൽ എഴുതി. മേഖലയെ അസ്ഥിരപ്പെടുത്തുന്ന ഒരു പരീക്ഷണമാണിതെന്ന് ഓസ്ട്രേലിയ വിശേഷിപ്പിച്ചു. അതേസമയം ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക പ്രവർത്തനങ്ങളിൽ ജപ്പാൻ ഗുരുതരമായ ആശങ്കകൾ പ്രകടിപ്പിക്കുകയും അത്തരം മിസൈൽ പരീക്ഷണങ്ങൾ പുനർവിചിന്തനം ചെയ്യാൻ ബീജിംഗിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. വിക്ഷേപണത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് മുൻകൂട്ടി അറിയിപ്പ് ലഭിച്ചതെന്ന് ന്യൂസിലാൻഡ് പറഞ്ഞു. കൂടാതെ റാരോണ്ടോഗ ഉടമ്പടി പ്രകാരം സ്ഥാപിതമായ ദക്ഷിണ പസഫിക് ആണവ സ്വതന്ത്ര മേഖലയിലേക്കാണ് മിസൈൽ വിക്ഷേപിച്ചതെന്നും അവർ പറഞ്ഞു. അതേസമയം പരീക്ഷണത്തിൽ ആശങ്കാകുലരായ പസഫിക് രാജ്യങ്ങൾക്ക് വേണ്ടി ചൈനീസ് നയതന്ത്രജ്ഞർക്ക് ശക്തമായ പ്രതിഷേധം അറിയിച്ചതായി സോളമൻ ദ്വീപുകളുടെ പ്രധാനമന്ത്രി മാത്യു വെയിൽ പറഞ്ഞു. എന്നിരുന്നാലും റഷ്യ ബീജിംഗിനെ ന്യായീകരിച്ച് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് മിസൈൽ പരീക്ഷണം ചൈനയുടെ പരമാധികാരമാണെന്നും ചൈന ലോകത്തിലെ ആരെയും ഭീഷണിപ്പെടുത്തുന്നില്ല എന്നും വാദിച്ചു. ചൈനയുടെ സൈനിക ആധുനികവൽക്കരണത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിട്ടാണ് ഈ വിക്ഷേപണത്തെ വിശകലന വിദഗ്ധർ കാണുന്നത്. കാരണം ഇത് അതിന്റെ അന്തർവാഹിനി അധിഷ്ഠിത ആണവ പ്രതിരോധത്തിന്റെ വർദ്ധിച്ചു വരുന്ന കഴിവ് പ്രകടമാക്കുന്നു. ചൈനയുടെ ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികളിൽ ഒന്നിൽ നിന്നും പസഫിക്കിലേക്ക് ആദ്യമായി പരസ്യമായി അംഗീകരിക്കപ്പെട്ട ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപണമാണിതെന്ന് വിദഗ്ധർ പറഞ്ഞതായി വാർത്താ ഏജൻസിയായ AP റിപ്പോർട്ട് ചെയ്തു. ബീജിംഗിന്റെ ആണവ പ്രതിരോധം ഇനി കരയിൽ നിന്നുള്ള മിസൈലുകൾ മാത്രം കേന്ദ്രീകരിച്ചിട്ടില്ല എന്നതിന്റെ സൂചനയാണിത്. ഗണ്യമായി കൂടുതൽ അതിജീവിക്കാവുന്നതും ദീർഘദൂര സമുദ്രാധിഷ്ഠിത ആണവ പ്രതിരോധ ശേഷിയും ചൈന കൈവരിക്കുന്നതായി പരീക്ഷണം സൂചിപ്പിക്കുന്നുവെന്നാണ് ഏഷ്യ സൊസൈറ്റി പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ ഫെലോ ലൈൽ മോറിസ് പറഞ്ഞതായി ഉദ്ധരിക്കുന്നത്. ചൈനീസ് സമുദ്രാതിർത്തിക്ക് സമീപമുള്ള കൊത്തളങ്ങളിൽ നിന്നും അമേരിക്കൻ ഐക്യനാടുകളെ ലക്ഷ്യമിടാൻ ചൈനീസ് നാവികസേനയ്ക്ക് കഴിയുമെന്ന് ഇത് കാണിക്കുന്നു. ചൈനയ്ക്ക് ഏകദേശം 600 ആണവ പോർമുനകൾ ഉണ്ടെന്നും 2030 ആകുമ്പോഴേക്കും അത് 1000 കവിയുമെന്നും പെന്റഗൺ കണക്കാക്കുന്നതിനിടയിലാണ് ഈ വിക്ഷേപണം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.